ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്, കണ്ടോ നിങ്ങൾ ഈ കിച്ചൺ കാണുമ്പോൾ എന്തെങ്കിലും ഒരു വൃത്തികേടോ അല്ലെങ്കിൽ പൊടിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? പക്ഷേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ കണ്ടോ, ഇതാണ് അവസ്ഥ. അതായത് നമ്മളിങ്ങനെ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മളിങ്ങനെ സൂക്ഷിച്ച് അല്ലെങ്കിൽ ഓരോന്നും ഇട്ട് നോക്കുമ്പോൾ നല്ല പൊടികളും കച്ചറയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ വിശേഷം അല്ലെങ്കിൽ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് കിച്ചൺ ക്ലീനിങ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. രാവിലെ നേരത്തെ തന്നെ ഉച്ചക്കത്തേക്കുള്ളതും അതേപോലെ രാവിലത്തേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ വേഗം റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ ഇതിന് നിന്നിട്ടുള്ളത്. കാരണം കുറച്ച് സമയം എടുക്കും. പിന്നെ ഇത് കിച്ചൺ തന്നെ ഉള്ള ഒരു വലിയ അലമാരയാണ് കേട്ടോ. ഇതിലാണ് ഒരു സ്റ്റോർ റൂമിന് പകരം ഉണ്ടാക്കിച്ചതാണ്. സ്റ്റോർ റൂം ഇല്ല, അതുകൊണ്ട് ഇതാണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലാണ് ഇങ്ങനത്തെ നമുക്ക് ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ വെക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊരു ഓർഡർ ഇല്ലാതെ ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡറാക്കി എടുക്കണം. പിന്നെ ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് ഒഴിവാക്കി സെറ്റാക്കി ഒന്ന് ക്ലീൻ ചെയ്യും വേണം. അതിൻ്റെ കൂടെ ഒക്കെ ഒന്ന് ഓർഡറിൽ റെഡിയാക്കി വെക്കും വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ക്ലീനിങ് പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കെട്ടിയോൻ പിന്നെ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ നല്ല ഉഷാറാട്ടോ. ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ കൂടെ കൂടിത്തരും. ഞങ്ങൾ രണ്ടാളും കൂടെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് എന്ന് പറയുന്നത് നമ്മളെ കട്ടറിൻ്റെ താഴെ വെക്കുന്ന വെള്ളം വീഴാൻ വെക്കുന്ന പാത്രം കേട്ടോ. അതൊന്ന് ഞാനൊന്ന് കഴുകിയെടുക്കുകയാണ്. ഞാൻ അതൊന്ന് ഉണക്കിയെടുക്കണം. പിന്നെ ഇതാ ജനലിൻ്റെ സൈഡും ജനലിൻ്റെ കമ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്യുന്നതുകൊണ്ട് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്നാലും കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഈ ഒരു കൗണ്ടർ ടോപ്പിലാണ് ഓവൺ വെച്ചിട്ടുണ്ടായിരുന്നത്. ഓവൺ മാറ്റേണ്ട, ഞാൻ അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ഒന്ന് നീക്കി നോക്കിയതാണ്. പക്ഷേ എന്തൊരു പൊടിയാണെന്നറിയോ. പിന്നെ എങ്ങനെയൊക്കെ തുടക്കാതിരിക്കുക. പിന്നെ അത് മുഴുവൻ തുടച്ചെടുത്തു കേട്ടോ. ഏതായാലും അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെയുള്ളൊരു പൊടിൻ്റെയൊക്കെ ഒരു അവസ്ഥ കണ്ടോ. നല്ല പൊടിയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ തുടച്ചെടുത്തപ്പം നല്ല പൊടിയായിരുന്നു കേട്ടോ ആ തുണിമ്മ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ അവിടെ ക്ലീൻ ആക്കിയതിന് ശേഷം ഓവണൊക്കെ തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ വെച്ചു. അപ്പോഴാണ് ഈ ഒരു ഫോട്ടോ കണ്ടോ. ഇത് ഞങ്ങൾ വലിയ താത്തയും മക്കളും അളിയനൊക്കെ കൂടി കേട്ടോ. ഞങ്ങൾ ഒരു 3-4 വർഷം മുന്നേ കണ്ണൂർ പോയിട്ട് അവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു വിസ്മയ പാർക്കോ അങ്ങനെ എന്തോ, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ആ പാർക്ക് ഇപ്പോൾ ഉണ്ടോയെന്നൊന്നും അറിയില്ല. അവിടെ പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തതായിരുന്നു. അപ്പോൾ അതിപ്പോഴും ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഒഴിവാക്കാൻ തോന്നുന്നില്ല. ഞാൻ പഴയ വീട്ടിലായിരുന്ന സമയത്തും എൻ്റെ കയ്യിലിതുണ്ടായിരുന്നു. പുതിയ വീട്ടിലേക്ക് വന്നപ്പോഴും ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിക്കൊട്ടകളാണ് ഇതൊക്കെ. ഉള്ളി, കിഴങ്ങ്, വലിയ ഉള്ളി, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനത്തെ കൊട്ടകളിലാണ്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് അതൊന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ ഇത് കുറച്ച് എൻ്റെ കെട്ടിയോൻ്റെ എന്തൊക്കെയോ എനിക്ക് കറക്റ്റ് അറിയില്ല, ഓയിലും പിന്നെ ലൈറ്റർ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ ഒന്ന് അത് അവിടെ തന്നെ വെച്ചിരുന്നു. അതൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും അവിടെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ വാഷ് ബേസിനും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് സോപ്പിട്ടൊക്കെ ഒന്ന് കഴുകി ഫുള്ള് തുടച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഏകദേശം ജോലികളൊക്കെ തീർന്നു. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത അതൊക്കെ ഒന്ന് മാറ്റി വെച്ചതൊക്കെ ഒന്ന് തിരിച്ച് അതിൻ്റെ സ്ഥലത്തേക്ക് തന്നെ ഒന്ന് വെക്കണം. അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായി അതിൻ്റെ സ്ഥലത്തോട്ട് വെക്കുകയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്കുള്ള ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്ട്, അതായത് ഗ്യാസ് അടുപ്പില്ലേ അതിൻ്റെ ഒരു ചുറ്റുവട്ടം ആ ഒരു ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇതിലാണ് ഏറ്റവും കൂടുതൽ പൊടിയും പിന്നെ അഴുക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പക്ഷേ ഇത് എണ്ണ ചെറുതായിട്ടൊന്ന് പോയതുകൊണ്ടേ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുത്തത് ഒന്ന് അതിൻ്റെ ആ ഒരു എണ്ണമെഴുക്ക് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിതിൻ്റെ അടിയിലൊന്നും വെച്ചിട്ടുണ്ടായില്ല, പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യോ അങ്ങനെ എന്തെങ്കിലും ഒരു പേപ്പർ വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കാരണം എണ്ണ പിടിച്ചിട്ട് ആ എണ്ണൻ്റെ ഒരു എന്താ പറയുക ഒട്ടിപ്പിടുത്തുണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒരു എണ്ണ ആയാലും നമുക്കൊരു ഇതുണ്ടാവില്ലേ, അത് പോയി കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ സമയമെടുത്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അതൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടി. പിന്നെ ഞാൻ അതിൻ്റെ അടിയിൽ ഇപ്പോൾ കണ്ടില്ലേ ഒരു ടിഷ്യൂ പോലത്തെ അത് വിരിച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ എണ്ണക്കുപ്പിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതെൻ്റെ ടീ കോഫി ഷുഗറാണ്, അതും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടോ. ഞാൻ വൈപ്സ് ഇട്ടിട്ട് അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്ത് പിന്നെ നമ്മൾ സാധാ നോർമൽ ടിഷ്യൂ ഇട്ടിട്ടൊന്ന് തുടച്ചെടുക്കും. അപ്പോൾ നല്ല വൃത്തിയാട്ടോ, നല്ല ക്ലീനായി കിട്ടും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഈ ഒരു ബോട്ടിൽ, സെറാമിക്കിൻ്റെ ബോട്ടിൽ അങ്ങനെയാണ് ചെയ്യാറ്. നല്ല ക്ലീനായി കിട്ടും കേട്ടോ. ഇനിയുള്ളത് അടുത്തത് ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിൻ്റെ ആദ്യത്തെ അവസ്ഥ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു, വീഡിയോ എടുക്കാൻ മറന്ന്. ഇത് പിന്നെ ഞാൻ വലിയ കച്ചറയും കാര്യങ്ങളൊന്നും ഫ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളിപ്പോൾ എല്ലാം ബോക്സിലല്ലേ വെക്കുന്നത്. ഇപ്പോൾ പച്ചക്കറി ആയാലും പിന്നെ മുളക്, ഇഞ്ചി, അങ്ങനത്തെ തക്കാളി അങ്ങനത്തതൊക്കെ ഞാൻ ബോക്സിലാണ് വെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ടായി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അധികം കച്ചറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടോ ഫ്രിഡ്ജ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ വിശേഷങ്ങൾ. അതായത് പിന്നെ ഫ്ലോറൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചെടുത്തു, അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.